ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കറങ്ങാൻ പോവുകയാണ് പിക്നിക്കിന്. കണ്ടോ, അതായത് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പേരൻറ്റ്സ് ആരുമില്ല, ഞങ്ങളെല്ലാ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം വഴിയിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ചൂടെടുത്തിട്ടോ. അതാണ് ഞാൻ ജാക്കറ്റ് ഊരി. ഇവിടെ നിന്ന് വീട്ടുകാർ ജാക്കറ്റ് കൂട്ടോണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എത്താറായി. സംഭവം ഇത് ലോഗഡ് ഫാമിലേക്കാണ് പോകുന്നത്. ഫാമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കണ്ട് രണ്ട് ബസ്സുണ്ട് കേട്ടോ. ഇതൊരെണ്ണം, പിന്നെ പുറകിലൊരെണ്ണം ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാം പുറകിലാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതെല്ലാം നടന്ന് എൻ്റെ ഈ ഫ്രണ്ടിൽ പോകുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേർ. ഇതാണ് ലോഗഡ് ഫാം. അപ്പോൾ ഇതാദ്യം കയറുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം. എല്ലാം പൊളിയാണ്. ആദ്യം ഞങ്ങളെ ലൈനിൽ നിർത്തി. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എണ്ണിയപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി. ഇതാണ് എൻ്റെ കൂട്ടുകാരികൾ. ഞാൻ വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഓടിൻ ഔട്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫുള്ള് ഗ്യാങ്. അവൾ ഫോട്ടോ എടുത്തിട്ട് ആൺപിള്ളേർ വേറെ സൈഡിലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റത്തില്ല കേട്ടോ, ഓൺ വോയിസ്, ബിക്കോസ് റെക്കോർഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൺപിള്ളേർ ഭയങ്കര അറിയണ കേസ് എൻ്റെ ക്ലാസ്സിലൊക്കെ. അത് കാരണം ഇനി ഞങ്ങൾ ബുള്ളക്കാട്ടിലും ക്യാമൽ കാട്ടിലും കയറി. പിള്ളേർക്കൊരു പറ്റി ഗൈസ്. ഞാൻ വലിയ അടുത്തുള്ള അവർ പറഞ്ഞു കൂടെ ബുള്ളക്കാട്ടേ ഉള്ളൂ, ക്യാമൽ കാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അവന്മാരെ ബുള്ളക്കാട്ടിലും കയറ്റി. ഞങ്ങൾ ക്യാമൽ കാട്ടിലും കയറി. കണ്ടോ, ഞങ്ങൾ ക്യാമൽ കാട്ടിൽ കയറിയിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടെടുത്ത് ചെറുതായിട്ടൊന്ന് പേടിക്കുക അത് ആദ്യം എടുക്കുമ്പോൾ, ബിക്കോസ് അതിൻ്റെ ഭയങ്കര എടുപ്പാണ്. അത് കഴിഞ്ഞപ്പം വാഴേനെ കണ്ടപ്പോൾ ഓരോരുത്തരുടെ മണ്ടയ്ക്ക് ഞങ്ങൾ അതിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവളും ഞാനും ഒക്കെ ഭയങ്കര ഗ്യാങ്ങാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. 74 ആൾക്കാരുണ്ടായിരുന്നു ലിസ്റ്റിൽ. ഇപ്പം പക്ഷേ 64 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എന്നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിനെല്ലാത്തിനും വട്ടാണ്. അതങ്ങനെയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഇതിലല്ലാട്ട കയറാൻ പോകുന്നത്, സിപ്പ് ലൈനിലാട്ട കയറാൻ പോകുന്നത്. ഇവിടെ വെറുതെ കൊണ്ട് ഞങ്ങളെ നിർത്തും. പക്ഷേ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാൻ. ഞങ്ങളെല്ലാം ഇങ്ങനെ ആഗ്രഹിക്കും. പിന്നെ അതല്ല ഒരു സംഭവമായിരുന്നു. ഇതിലും കയറിയിട്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സിപ്പ് ലൈനിലെ വീഡിയോ എല്ലാവരും പോർട്രേറ്റിലാണ് എടുത്തത്. എനിക്ക് ലാൻഡ്സ്കേപ്പ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വേറൊരാളെ കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ക്ലാസ്. ഇവള് പൊളിയാണ്. ഇവളെല്ലായിടത്തും ചടിക്കും. അങ്ങനെയാണ്. ഇവിടെ ഒരുത്തി പേടിച്ച് ഞങ്ങളെയും കൂടെ പേടിപ്പിക്കുമായിരുന്നു ഈ സാധനം ഇരുത്തി. ഇവളല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ ഇരുത്തി ഞങ്ങളെ പേടിപ്പിക്കുമായിരുന്നു. നമ്മളിപ്പം സിപ്പ് ലൈനിൽ കയറി. നല്ല രസമായിരുന്നു. അത് അത്രയും വലിയ പേടിയില്ലായിരുന്നു. ഞാൻ മാധവ്ഗാഡി കയറിയിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് അത്രയും പേടിയില്ലായിരുന്നു. ബട്ട് എൻ്റെ കൂട്ടുകാരി ഈ പറയുന്ന സാധനം ഇത് എന്നെ പേടിപ്പിച്ച് മൂത്രം വരെ ഒഴിപ്പിച്ചതിനെ കുറച്ച് മുന്നേ വരെ. മുത്തനാട്ട് ഇറക്കുത്തിന് മേലെ ചില്ലായതിന് ഐ ഡിഡ്ന്റ്. ഗേൾസിനെ ബോയ്സിനെ കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെയാണ് കാര്യം. സിപ്പ് ലൈൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാഡ്മിൻ്റനും വോളിബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ തുടങ്ങി. നല്ല ചൂടായിരുന്നു. പിന്നെ വർത്തമാനം പറയുമ്പോൾ എല്ലാം അലയാണ് കേട്ടോ കേൾക്കുന്നത്. അത് കാരണം ഞാൻ ഇങ്ങനെ എടുത്തത് വോയിസിൽ. ഇടയ്ക്കിടയ്ക്ക് നല്ലതും കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ അമ്യൂസ്മെൻറ്റ്, ഇതെന്താണെന്നറിയാം, ഇതൊരു ട്രക്ക് റൈഡായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് തോന്നിയത് ഞാൻ നാട്ടിലെത്തിയെന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നാട്ടിലെ അമ്മല വന്നിട്ട് ഈ റോഡും കൂടെ ശരിയാക്കണം. ഭയങ്കര കുലുക്കമായിരുന്നു. ഒരു യൂട്ടേണിൽ ഞങ്ങളൊക്കെ വേറെ ആൾക്കാരുടെ നെഞ്ചത്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് രണ്ട് പ്രാവശ്യം ഞങ്ങളെ കയറ്റി. അത് നല്ലതായിരുന്നു ഏകദേശമൊക്കെ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. റോഡ് കറക്റ്റ് നാട്ടിൽ എത്തിയ മാതിരി ഉണ്ടായിരുന്നു. അതൊരു ഫീലായിരുന്നു കേട്ടോ. പാടം മാതിരി ഇവർ കുറേ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ആ സ്ലാം പിള്ളേരെ അടുത്ത് കൊഞ്ഞണം കുത്തി കാണിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് സംഭവം. ഇത് കഴിഞ്ഞിട്ട് ഗൈഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫുള്ളൊരു ഗൈഡിങ് ആയിരുന്നു. അവിടെ പോകണം ഇവിടെ പോകാം അങ്ങനെയൊക്കെ. അപ്പോൾ ഗൈഡ് ഏകദേശം
അവന് വട്ട് ഗൈസ്. അപ്പൊ ഇനി നമ്മള് ഇനി നമ്മള് ഹോണ്ടഡ് ഹൗസിലാ പോണത്. ബിക്കോസ് ആ ട്രാക്ടർ ഭയങ്കര അതായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എത്തിയ മതി. എനിക്ക് തോന്നുന്നു MLA ഒക്കെ വിളിച്ച റോഡും തെരാക്കാൻ പറയണ ആരും അത്രയ്ക്കും ഭയങ്കര അതായിരുന്നു ഗൈസ്. She is very aesthetic. I'm not. How about me? Yeah, I'm very cute. അപ്പൊ ഗൈസ് നമ്മൾ ക്യാമൽ റൈഡിന് കയറാൻ പോകണം. ഹോണ്ടഡ് ഹൗസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ കേൾക്കുന്നില്ല. കുറെ നേരമായിട്ട് പറയുന്നുണ്ട്. ക്യാമൽ റൈഡിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ കട്ടുപുത്തലിയുടെ ഒരു ഷോ കാണാൻ പോയി. പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കൂടെ ഫ്രണ്ട് ഇരുന്ന് പേടിച്ചിട്ട് ഒരു പാമ്പ് അവർ തെറിച്ചിടുന്നുണ്ട്. ഇത് ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. ഒരേ സ്റ്റോറി തന്നെയാണ് എല്ലായിടത്തും ഒക്കെ ഉള്ളത്. എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ഇതാ मैंने बोला था. कैसा लगा बच्चों हमारा प्रोग्राम आपको? अच्छा. ഇനി നമ്മളിപ്പോൾ ഇവിടെ വന്നു. ബുൾ റൈഡും പിന്നെ ഈ ഒരു റൈഡും നമ്മൾ എല്ലായിടത്തും ഒരേ റൈഡൊക്കെ തന്നെയുണ്ട്. പിള്ളേർ നല്ലോണം ആർമ്മതിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് എവിടെയും കയറാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഈ ബുള്ളിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇതാണ്. ദിസ് ഈസ് അവർ ക്ലാസ് പഠിപ്പി ഗായ്സ്. ഹോട്ടൽ ഹൗസിൽ പോകണം. ഭയങ്കര ശബ്ദം ഇവിടെ ഞങ്ങളെല്ലാരും ഒരുമിച്ച് കയറത്തുള്ളൂ. ലടക്കിയാക്കാൻ തോന്നിയെങ്കില് കയറിയിട്ട് പിന്നെ കാണാവേ. ജീവനോടുണ്ടെങ്കിൽ പിന്നെ കാണാം ഗൈസ്. ഹോട്ടൽ ഹൗസ് ഭയങ്കര പേടിയായിരുന്നു. കരഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ നമ്മളിതാ പുതിയ റൈഡിലാണ്. പുതിയ പഴയ കാണിച്ചു തരാവേ. ഞങ്ങളെല്ലാം കൂടെ അലക്കിപ്പോ ക്ലോക്ക് ഇപ്പൊ കണ്ടേതോ പേല ओए चिल्लाएंगे सब लोग. ये और ऊंचा जा रहा है. सॉरी ഗായ്സ്. ഈ റൈഡിൽ എല്ലാവരും കൂടെ അലച്ച് കൂവി അയാളങ്ങ് മണ്ട വരെ എടുത്ത് ഗായ്സ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആർച്ചറിയിൽ പോവുകയാണ്. ആർച്ചറി പിന്നെ എന്ത് ചെയ്താലും ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം. നിഷാനാബാദ്. അപ്പോൾ ഗായ്സ് ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഫുഡും. ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ കരിമ്പ് കിട്ടി. അത് ഞാൻ കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ DJ കളിക്കാൻ പോകും. ഇപ്പോൾ കഴിച്ച് ഞങ്ങൾ DJ ഒന്നും കളിക്കാൻ പോയില്ല. ബിക്കോസ് വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിന്നെ പാട്ടിടുന്ന ഭയങ്കര അളഞ്ഞ പാട്ടും. അപ്പോൾ എനിക്ക് ഞങ്ങൾ ആരും കളിച്ചില്ല. ഞങ്ങൾ ആമ്പിള്ളാരും പെമ്പിള്ളാരും ഒക്കെ സൈഡിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം.
ആദ്യം അവർ പറഞ്ഞ് മേടിച്ചിരുത്തില്ലെന്ന്, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സോപ്പിട്ടപ്പോൾ എല്ലാവരും മേടിച്ചു തന്നു. അപ്പോൾ ഗായ്സ് ഇത്ര ഉള്ളായിരുന്നൊരു ഫുള്ള് ട്രിപ്പ്. നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ ആമ്പിള്ളേർ മാത്രം വേറെ ബസ്സിലായിപ്പോയി, ഇത്തിരി സങ്കടമായിപ്പോയി. എന്നാലും പ്രശ്നമില്ലായിരുന്നു. അവന്മാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാമെന്നൊക്കെ എടുത്തൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും. അപ്പോൾ ഗായ്സ് പിന്നെ വീട്ടിൽ തിരിച്ചു വന്ന് തുണിയൊക്കെ മാറി ഇനി എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഞാൻ ചെന്ന് കിടന്നുറങ്ങട്ടെ.